ഒരു കാര്യം ഇന്ന് ഇപ്പോ STPക്കെതിരിൽ വളരെ കൃത്യമായ ഒരു ദുരാരോപണം നടത്തി അതിനെ വീണ്ടും അതിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോഴുണ്ട്. STPയുടെ ദേശീയ പ്രസിഡന്റിനെ 3-ാം തീയതി അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് ED എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചുകൊണ്ടുപോയുണ്ടായത്. നമുക്കറിയാം EDയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്. 5400ഓളം വരുന്ന ED ചാർജ് ചെയ്ത കേസുകളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5400ഓളം കേസുകൾ ED ചാർജ് ചെയ്തിട്ട് അതിൽ കേവലം 40 കേസുകളാണ് അത് ശരിയാണ്, ആ കേസുകൾ അടിസ്ഥാനമുള്ളതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അതിന്റെ പെർസെന്റേജ്? ഇത് ഞാനൊരു വെറുതെ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ കണക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്. 5400 കേസുകൾ ചാർജ് ചെയ്ത ഒരു അന്വേഷണ ഏജൻസി അവർക്ക് തെളിയിക്കാൻ കഴിയുന്ന 40 കേസാണ്. അതിനർത്ഥം ഇവിടെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ വലിയ പ്രമുഖരായ രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരെ ED കേസ് ചാർജ് ചെയ്യുകയും വിളിച്ചുകൊണ്ടുപോയും തടങ്കലിൽ വെക്കുകയും റിമാൻഡ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ. പി ചിദംബരം തൊട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ കർണാടക തൊട്ടടുത്ത സ്റ്റേറ്റിലുള്ള കർണാടക ഉപമുഖ്യമന്ത്രി DK അടക്കമുള്ള ആളുകളെ ഇങ്ങനെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് ചാർജ് ചെയ്ത് അവർ തടങ്കലിൽ വെക്കുകയോ റിമാൻഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംഭവം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ 132ഓളം കേസുകൾ ED ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വശത്ത് ഇങ്ങനെ ഈ രീതിയിലുള്ള കേസുകൾ ED ചാർജ് ചെയ്യുന്നു. അതോടൊപ്പം വളരെ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കേസുകൾ ED ചാർജ് ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല. നമുക്കറിയാം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രതിയാണ് എന്ന് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കേസാണ് 400 കോടി രൂപയുടെ കള്ളപ്പണം, ഹവാലപ്പണം കേരളത്തിൽ കൊണ്ടുവരികയും കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി, തീർത്തും അങ്ങനെയാണ്, കള്ളപ്പണം കൊടുത്ത് ആളുകളുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി 400 കോടി രൂപ കൊണ്ടുവന്നു എന്നും അത് വിവിധങ്ങളായ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് വിഭജിച്ചു കൊടുത്തു എന്നും പറയുന്നത് BJPയുടെ തന്നെ ഓഫീസ് സെക്രട്ടറിയായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ സ്വകാര്യം പറഞ്ഞതല്ല, പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇത് എന്നിട്ട് അത് സംബന്ധിച്ച് സുരേന്ദ്രനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സുരേന്ദ്രൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഭയങ്കരമായ വിവേചനം, അതിഭീകരമായ വിവേചനം നടക്കുന്നു. ഒരു സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഉള്ള വിഷയങ്ങളിൽ കേസ് തെറ്റായി ഫ്രെയിം ചെയ്ത് കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ അതിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതുകൊണ്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇവിടെ STPക്കെതിരെ STPയെ ഒരു ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ കാരണം പലതുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രക്ഷോഭം നടത്തിയ ഒരു പാർട്ടിയാണ് STPA.